നമസ്കാരം. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ലോക പ്രശസ്തമാണ്. യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ മധ്യസ്ഥ ചർച്ചയ്ക്ക് സാധ്യതയുള്ള രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചപ്പോൾ അതിലൊന്ന് ഇന്ത്യയാണെന്നാണ് പുടിൻ അടിയുറച്ച് പറഞ്ഞത്. അത്രയ്ക്ക് ആഴത്തിലുള്ള ബന്ധം ഇന്ത്യക്കും റഷ്യയ്ക്കും ഇടയിലുണ്ട്. യുക്രൈനുമായുള്ള യുദ്ധത്തിന്റെ പേരിൽ ലോകരാജ്യങ്ങൾ റഷ്യയെ ഒറ്റപ്പെടുത്തിയപ്പോൾ ഇന്ത്യ അക്കൂട്ടത്തിലുണ്ടായിരുന്നില്ല. സാങ്കേതിക വിദ്യ കൈമാറുന്ന കാര്യത്തിൽ മറ്റ് രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ റഷ്യ കൂടുതൽ താല്പര്യം കാണിക്കുന്നുണ്ട് എന്ന് പറയാം. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉടൻ തന്നെ ഇന്ത്യയിലേക്ക് എത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇന്ത്യയിൽ എത്തുന്നത്. അടുത്ത വർഷമാകും സന്ദർശനമെന്നാണ് പുറത്തുവരുന്ന വിവരം. റഷ്യയിലെ ഇന്ത്യൻ എംബസിയാണ് പുടിന്റെ സന്ദർശന വിവരം പുറത്തുവിട്ടത്. അടുത്ത മാസം തന്നെ തീയതി സംബന്ധിച്ച വിവരങ്ങൾ എംബസി പുറത്തുവിടും. അടുത്തിടെ നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇരു നേതാക്കളും തമ്മിൽ വർഷത്തിൽ ഒരിക്കൽ കൂടിക്കാഴ്ച നടത്താമെന്ന് ധാരണയായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് അടുത്ത വർഷം പുടിൻ ഇന്ത്യയിൽ എത്തുന്നത്. സന്ദർശന വേളയിൽ ഇരു രാജ്യങ്ങളും വിവിധ ഉഭയകക്ഷി വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഇരു രാജ്യങ്ങളുടെയും പുരോഗതിയും സൗഹൃദവും മെച്ചപ്പെടുത്തുന്നതിനായുള്ള കരാറുകളിലും ഏർപ്പെടും. ഇന്ത്യയിലേക്ക് വരാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സ്വീകരിച്ചതായി പുടിന്റെ സഹായി യൂറി യുഷക്കോവ് അറിയിച്ചിരുന്നു. മോദിയുടെയും പുടിന്റെയും കൂടിക്കാഴ്ച വർഷത്തിൽ എല്ലാ പ്രാവശ്യവും ഉണ്ടാവുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു പുടിനെ പ്രധാനമന്ത്രി ക്ഷണിച്ചത്. ഇന്ത്യ റഷ്യ കൂട്ടുകെട്ട് പുതുതലങ്ങളിലേക്ക് കടക്കുകയാണ്. ചൈന, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾക്ക് ഇന്ത്യക്ക് റഷ്യയുമായുള്ള ബന്ധം അത്ര ബോധിക്കുന്നില്ല. ലോകരാജ്യങ്ങളിലേറെ മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് റഷ്യ, പ്രത്യേകിച്ച് പ്രതിരോധ മേഖലയിൽ. ഒരുപക്ഷെ ഇന്ത്യക്കൊരാവശ്യമുണ്ടായാൽ റഷ്യ പറന്നെത്തിയേക്കും. ഐക്യരാഷ്ട്രസഭയിൽ പോലും റഷ്യയുടെ ശബ്ദം ഇന്ത്യക്കായി ഉയർന്നിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയിൽ ഇന്ത്യക്ക് സ്ഥിരാംഗത്വം നൽകണമെന്ന് അടിയുറച്ച് റഷ്യ പറഞ്ഞിരുന്നു. ജനറൽ അസംബ്ലിയുടെ 79ാം സെഷനെ അഭിസംബോധന ചെയ്യവെയാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രി ഇന്ത്യയെ പിന്തുണച്ചത്. റഷ്യൻ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയിൽ അത്യാധുനിക കലാഷ്നിക്കോവ് AK-203 അസോൾട്ട് റൈഫിലുകൾ നിർമ്മിക്കുന്നുണ്ട്. ഇന്ത്യക്കും റഷ്യയ്ക്കും ദീർഘകാല സുരക്ഷാ സഹകരണ പങ്കാളിത്തമുണ്ട്. ഇരു രാജ്യങ്ങളും സായുധ സേനയ്ക്കായി പരസ്പരം ആയുധങ്ങളെയും ഉപകരണങ്ങളെയും ആശ്രയിക്കുന്നുണ്ട്. 1950ലും 60ലും ഇന്ത്യ അതിർത്തി തർക്കങ്ങളും പാകിസ്ഥാനും ചൈനയുമായി സംഘർഷങ്ങളും അഭിമുഖീകരിച്ചപ്പോൾ ഈ ബന്ധം കൂടുതൽ ആഴത്തിലായെന്ന് പറയാം. ഇത് സാമ്പത്തികവും സുരക്ഷാ സഹകരണവും വർദ്ധിപ്പിക്കാൻ കാരണമായിട്ടുണ്ട്. ഇന്ത്യയുടെ കരസേന, നാവികസേന, വ്യോമസേന എന്നിവയുടെ ഇൻവെന്ററികളിൽ നിരവധി റഷ്യൻ സംവിധാനങ്ങളുണ്ട്. 2018 ഒക്ടോബറിൽ ഇന്ത്യ 5 റഷ്യൻ S-400 സർഫസ് ടു എയർ മിസൈൽ സംവിധാനങ്ങൾ വാങ്ങിയിരുന്നു. ആദ്യ ഡെലിവറികൾ 2021 അവസാനത്തോടെ പൂർത്തിയായി. ഇതെല്ലാം ഇന്ത്യ റഷ്യ ബന്ധത്തിന്റെ ശക്തിയെ ഉയർത്തിക്കാട്ടുന്നതാണ്. ഇന്ത്യ റഷ്യ ബന്ധം ആഴത്തിലുള്ളതാണ്. എന്തായാലും ഇന്ത്യ റഷ്യ ബന്ധത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുകയാണ് പാകിസ്ഥാനും ചൈനയുമെല്ലാം. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.